ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യം സീരിയലിൽ ഇനിയും വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ പറയുന്നത് തമിഴിൻ്റെ പാണ്ഡ്യ സ്റ്റോറീസിലെ ചില ഭാഗങ്ങളാട്ടോ. എല്ലാം മലയാളത്തിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ നാളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനന്ദിനെ കാര്യം മനസ്സിലായി വന്നിരിക്കുന്നു. കള്ളൻ എന്ന് പറഞ്ഞത് ഉദയഭാനു ആണെന്ന്. അതെ, അപ്പോൾ അയാൾ തന്നെ പെരുങ്കള്ളൻ അയാൾ കാരണം എൻ്റെ മാമൻ കള്ളനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആനന്ദ് നേരെ നമ്മുടെ കോമഡി സ്റ്റോഴ്സിലേക്ക് വരും കേട്ടോ. അവിടെ നമ്മുടെ ദേവി എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പണം ഇവിടെ പോയെന്നാണ് ദേവി ഇങ്ങനെ ആലോചിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് ആനന്ദ് അവിടേക്ക് വരുന്നത്. ആനന്ദ് വരുമ്പോഴത്തേക്കും ദേവിയുടെ അതുപോലെ തന്നെ നമ്മുടെ രാമേട്ടനും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആനന്ദ് മോനെ കുറച്ച് ദിവസമായല്ലോ ഇവിടെയൊക്കെ വന്നിട്ട്. ഞാനിവിടെ വന്നില്ലെങ്കിലും എന്താ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഇല്ലേ രാമേട്ടാ? അത് ശരിയാ, ദേവി മോൾ ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി വെടിപ്പായിട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. ആനന്ദ് പറയുന്നുണ്ട്. എന്നിട്ടാണോ കഴിഞ്ഞ ദിവസം 25,000 രൂപയും അതിന് തൊട്ട് മുമ്പ് 2,000 രൂപയും കാണാതെ പോയത്? ഇതിനു മുമ്പ് നമ്മളൊക്കെ നോക്കിയ സമയത്തൊന്നും 1 രൂപയുടെ കുറവ് പോലും ഉണ്ടായിട്ടില്ല. ദേവി വന്നപ്പോൾ കണക്കിലൊക്കെ ആകെ പിശക് എന്ന് പറയുകയാണ്. അത് ദേവിമോളുടെ കുഴപ്പമില്ല മോനെ എന്ന് രാമേട്ടൻ പറയുകയാണ്. രാമേട്ട എന്താ രാമേട്ട, ഒരു ചായ വാങ്ങിയിട്ട് വാ. ശരി ആയിക്കോട്ടെ എന്ന് രാമേട്ടൻ അവിടെ നിന്ന് പോവുകേട്ടോ. ആ സമയത്ത് ദേവി പറയേണ്ട ആനന്ദേട്ട പറഞ്ഞു വരുന്നത് എന്താണ്? ഞാൻ കണ്ണിൽ ഈ കടയിൽ ഇരിക്കാൻ തുടങ്ങിയപ്പം പൈസ കാണാതെ പോയി എന്നാണോ? ഞാൻ എടുത്തു എന്നാണോ ആനന്ദേട്ട ഉദ്ദേശിക്കുന്നത്? അയ്യോ, നീ എടുത്തുകയില്ല, പക്ഷെ നിൻ്റെ വീട്ടുകാരും എടുത്തു. വീട്ടുകാരോ? ആനന്ദേട്ടൻ എന്തൊക്കെയാണ് ആനന്ദേട്ടൻ പറയുന്നത്? അതെ, ഞാൻ നിൻ്റെ അമ്മയെ കണ്ടു. സാക്ഷാൽ ശ്രീകല, അതായത് വലിയ ബിസിനസ് മാഗ്നേറ്റ് ആയ ഉദയഭാനുവിൻ്റെ ഒരേ ഒരു ഭാര്യ ശ്രീകലയെ ഇന്ന് റോഡിൽ വെച്ച് കണ്ടിരുന്നു. AC കാറില്ല സഞ്ചാരം. അടെ വെറുതെ കളിയാക്കല്ലേ. അവർക്ക് പല സ്ഥലത്തുനിന്നും രൂപ കിട്ടാനുണ്ട്. അത് നിറയെ കിട്ടിയെന്നാണ് പറയുന്നത്. എടുക്കാനില്ല അതൊക്കെ എന്നാലേ. പക്ഷേ ഇന്ന് അവരുടെ കയ്യിൽ പൈസയുണ്ട്, രൂപ. ആ പൈസയ്ക്ക് നിൻ്റെ അമ്മ കുറേ ഡ്രസ്സും കുറേ ഫുഡും ഐറ്റംസും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോണത് എൻ്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാടി എന്ന് പറയട്ടെ. അപ്പോൾ ദേവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നീ ആലോചിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം 2,000 രൂപ കാണാതെ പോയില്ലേ? ആ 2,000 രൂപയും ഇന്നലെ കാണാതെ പോയ 25,000 രൂപ ആരെടുത്തു എന്നാണ് എൻ്റെ വിചാരം? അതെനിക്കറിയില്ല ആനന്ദേട്ടാ. എന്നാൽ അറിഞ്ഞോ, നിൻ്റെ അച്ഛൻ ഉദയഭാനുവാണ് എടുത്തത്. അതിന് അച്ഛൻ ഇന്നലെ കടയിൽ വന്നില്ല. ആര് പറഞ്ഞു അയാൾ കടയിൽ വന്നില്ലെന്ന്? നീ ഇവിടെ നിന്ന് ചായ കുടിക്കാൻ ഉച്ചയ്ക്ക് ഇറങ്ങിപ്പോയില്ലേ? ആ സമയത്ത് അയാൾ കടയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇവിടെ രാമേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നു. നീ ഇവിടെ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ രാമേട്ടൻ ചോദിച്ചു. അപ്പോഴേക്കും കടയിൽ ഏതോ കസ്റ്റമർ വന്നു. രാമേട്ടൻ കസ്റ്റമർ സംസാരിച്ച മേശപ്പുറത്തുണ്ടായിരുന്ന 25,000 രൂപയുടെ ഒരു കെട്ടെടുത്തുകൊണ്ട് അയാൾ ഇവിടെ നിന്ന് പോയത് എന്ന് പറയുമ്പോഴത്തേക്കും ദേവി ആകെ ഷോക്കാവാട്ടോ. ദേവി അവിടെ ഇരുന്ന് പോവുകയാണ്. ആനന്ദ് പറഞ്ഞത് തീർന്നില്ലടി. നിൻ്റെ അച്ഛൻ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമനെയാണ്. നിൻ്റെ അച്ഛനായിട്ട് കള്ളനെന്ന് നീ തന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അയാളുടെ വായിൽ നിന്ന് അയാളെ കൊണ്ട് നീ തന്നെ പറയിപ്പിച്ചേക്കണം. ഞാൻ പൈസ മോഷ്ടിച്ചത് അതുപോലെ തന്നെ ധർമ്മനല്ല എന്നുള്ള സത്യം അയാളുടെ വായിൽ തന്നെ നീ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും മുമ്പിലൊക്കെ തെളിയിക്കണം എന്ന് പറയണം. അത് ആനന്ദേട്ടാ, ഞാൻ പിന്നെ വേണമെങ്കിൽ അച്ഛനൊക്കെ പൈസ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. പൈസ കിട്ടിയിട്ട് കാര്യമില്ല ദേവി. സത്യം കള്ളനായിട്ട് എൻ്റെ സത്യങ്ങളൊക്കെ എൻ്റെ അച്ഛൻ അടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കണം. അതെന്തൊക്കെ കഥ ഉണ്ടാക്കി നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി പറഞ്ഞോ അത് നിങ്ങളുടെ അച്ഛൻ്റെയും മോനുടെയും കാര്യം. വഴികെട്ട് വൈകിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് സത്യങ്ങളൊക്കെ വീട്ടുകാരുടെ അടുത്ത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ദേവി ഇനി ആരാണെന്ന് എന്താണെന്ന് കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോവാട്ടോ. ആനന്ദ് പോകുമ്പോഴേക്കും ദേവി ആകെ വിഷമിച്ചിരിക്കട്ടോ. അവിടെയൊക്കെ രാമചേട്ടൻ ചായ ആയിട്ട് വരുന്നുണ്ട്. അല്ല മോളെ, ആനന്ദ് എവിടെ? ആനന്ദേട്ടൻ പുറത്തു പോയി.
അത് കൊള്ളാം, ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആനന്ദ് പുറത്തു പോയോ? അല്ല, മോളുടെ മുഖം എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? മോളാനന്ദും തമ്പി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല രാമേട്ട, ഇല്ലില്ല, എന്തോ പ്രശ്നമുണ്ട്. ആനന്ദൻ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആനന്ദ് മനഃപൂർവ്വം ഇവിടുന്ന് എന്നെ പറഞ്ഞയച്ചതാണ് മോളോട് എന്തോ സംസാരിക്കാനായിട്ട്. അവൻ മോളെ ദ്രോഹിക്കുന്നുണ്ടോ? മോളെ വഴക്ക് പറയുന്നുണ്ടോ? ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും മോളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും ഇല്ല രാമേട്ട, ഞാനിങ്ങനെ ആനന്ദനോട് സംസാരിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഇടയിൽ സംസാരിച്ചു വന്നുപോയി. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അതാണ് ആനന്ദേട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വിഷമിപ്പിച്ച് ഇറങ്ങിപ്പോയതാണല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? കുഴപ്പമൊന്നുമില്ല. മോൾ ഈ ചായ കുടിക്കുക. ഇന്ന് രാമേട്ടൻ ആ ചായ വെച്ചിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ. അപ്പോൾ രാമൻ ചേട്ടനോട് ദേവി ചോദിക്കുന്നുണ്ട്, രാമേട്ട ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ? എന്താ മോളെ? എന്താ? അച്ഛൻ ഇന്നലെ എങ്ങാനും ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ മോളെ പറയാൻ മറന്നു. അതെ, ഉദയഭാനു സാറ് ഇന്നലെ വന്നിരുന്നു. ആ സമയത്ത് മോൾ ഇവിടെ ഉണ്ടായില്ല. ചായ കുടിക്കാൻ പുറത്തു പോയി. മോളുണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ പോയോ? അപ്പോൾ തന്നെ ഒരു കസ്റ്റമർ വന്നു. ഞാൻ പിന്നെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന സമയത്ത് തന്നെ തിരക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ശരി രാമേട്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവി ഇങ്ങനെ കാര്യം ദേവിക്ക് മനസ്സിലായിട്ടോ. ദേവി രണ്ടും കൽപ്പിച്ച് നേരെ പോണത് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദയഭാനുവും ശ്രീകലയും കൂടി പൊറോട്ടയും ചിക്കനും ഒക്കെ വെട്ടി വലിച്ച് വാരി വലിച്ച് കഴിക്കട്ടെ. ഇവരെ കാണുമ്പോൾ ശ്രീകല കറക്റ്റ് സമയത്താണോ മോള് വന്നത്? വാ മോളെ വാ, ഭക്ഷണം കഴിക്കുന്ന നിനക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കനും. അച്ഛാ ഇതൊക്കെ മേടിക്കാൻ ഇവിടുന്ന് അച്ഛ പൈസ? ആദ്യം എനിക്ക് പൈസ കുറച്ച് ആൾക്കാർ തരാനുണ്ടായിരുന്നു. ആ പൈസ കിട്ടിയെന്ന് പറയണം. അപ്പോൾ അപ്പോൾ ശ്രീകല പണ്ട് ആദ്യം 2000 3000 രൂപയൊക്കെ കൊടുക്കാനുള്ളവർ തന്നതാണ്. പിന്നെ ഇപ്പോൾ 25,000 രൂപയും കൊണ്ട് തന്നു എന്ന് പറയാണ്. ആ 25,000 രൂപ അച്ഛൻ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അമ്മ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുക. അത് അച്ഛന് കുറേ പേര് കൊടുക്കാനുണ്ടല്ലോ മോളെ, അതിൽ ആരോ പൈസ കൊടുത്തതാണ്. അല്ല മനുഷ്യ, ആദ്യം സ്ത്രീകളെ അച്ഛ കള്ളം പറയില്ലേ? ആദ്യം 2000 രൂപ അച്ഛൻ കോമഡി സ്റ്റോഴ്സിൽ നിന്ന് അടിച്ചു മാറ്റി. പിന്നീട് ഇന്നലെ വന്ന് 25,000 രൂപയെ അടിച്ചു മാറ്റി. ഇതല്ലേ അച്ഛാ സത്യം? മോളെ, നീ വന്നത് അനാവശ്യം പറയരുത്. ഞാൻ കോമഡി സ്റ്റോഴ്സിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് ഉദയഭാനു. ദേവി പറയാം, മതിയായി, നിങ്ങൾക്ക് തൃപ്തിയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ജീവിതം ഇത്രയൊക്കെ കുളമായിട്ട് കിടക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ വിചാരമല്ലേ? അച്ഛാ, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു അവസാനമായി ഒരു കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഇവിടെ വരെ വരില്ലായിരുന്നു. ഒരു ഫോൺ കോൾ മതിയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് അച്ഛനോട് നേരിട്ടൊരു കാര്യം പറയാനാണ്. എൻ്റെ ജീവിതം പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ 25,000 രൂപ കാണാതെ പോയതിൻ്റെ കുറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത് ധർമ്മമാമൻ്റെ തലയിലാണ്. ധർമ്മമാമൻ പണം മോഷ്ടിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേര് ധർമ്മമാമൻ അപ്പുറത്ത് കൃഷ്ണമംഗലത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ല. അച്ഛൻ തന്നെ 25,000 രൂപ ബാലച്ചൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അച്ഛ വെറുതെ കള്ളം പറയുന്നത്. കള്ളം പറഞ്ഞാൽ നാളെ എൻ്റെ ശവമായിരിക്കും അച്ഛനും അമ്മയും കാണുന്നത്. മോളെ സത്യം പറ, ഞാൻ രൂപ എടുത്തത് എന്ന അച്ഛൻ തന്നെ ആയ രൂപ ബാലച്ചൻ്റെ കയ്യിൽ കൊടുക്കണം. അയ്യോ, ഞാൻ എങ്ങനെ കൊണ്ടു കൊടുക്കും മോളെ? അങ്ങനെ കൊണ്ടു കൊടുത്താൽ ഞാനാണ് മോഷ്ടിച്ചെന്ന് പറയേണ്ടി വരില്ലേ? അതെങ്ങനെ? അച്ഛൻ കഥ ഉണ്ടാക്കിക്കോ. അച്ഛൻ്റെ കഥ ഉണ്ടാക്കാൻ നല്ല കഴിവാണല്ലോ. അമ്മ വരണേ എന്നില്ല, അച്ഛൻ മാത്രം വന്നാൽ മതി. ഒരു കാര്യം മനസ്സിലായി, ഇതിൽ അമ്മയ്ക്ക് മനസ്സറിവില്ല എന്ന്. അതുകൊണ്ട് അച്ഛൻ തന്നെ വന്നിട്ട് രൂപ കൊടുക്കണം. മോളെ, 2,000 രൂപയിൽ 25,000 രൂപയിൽ 10,000 രൂപ ചിലവായി. അതൊന്നും എനിക്കറിയണ്ട. 2,000 രൂപ 25,000 രൂപ ഒരു പൈസ കുറയാണ്ട് അച്ഛൻ ഇന്ന് തന്നെ വന്ന് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാണെന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു കോൾ വരും, ഞാൻ മരിച്ചു എന്ന്. അത് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞ് ദേവി അവിടുന്ന് പോവുക കേട്ടോ. ശ്രീകല ചോദിക്കണ്ടേ, എൻ്റെ മനുഷ്യ, നിങ്ങൾ ഗോമതി സ്റ്റോഴ്സിൽ നിന്നാണോ പണം മോഷ്ടിച്ചത്? അത് പിന്നെ ശ്രീകല ഗോമതി സ്റ്റോഴ്സിൽ
ഇട്ടും മൂടാനുള്ള പടം വരുന്നുണ്ട്. എത്ര രൂപ വരുന്നതെന്ന് നിനക്കറിയാമോ? അതന്ന് 2ഓ 3ഓ എടുക്കുമ്പോൾ അവരറിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രീകലേ? എനിക്കറിയില്ല. നീ മേടിച്ച തുണിയൊക്കെ ആ കടയിൽ തിരിച്ചു കൊണ്ട് കൊടുക്ക്. അയ്യോ, ഞാൻ കൊടുക്കുകയൊന്നുമില്ല. എടി, നീ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു മാർഗം ഉണ്ടാക്കി താടി. നിങ്ങൾ ആ സുകന്യയെ വിളിച്ച് പൈസ എന്തെങ്കിലും ചോദിക്കുക, അവർ തരും. എന്നിട്ട് നിങ്ങൾ അത് ആ ബാലനെ കൊണ്ട് കൊടുക്കുക എന്ന് പറയുകയാണ്. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് ഉദയഭാനു വിചാരിക്കുകയാണ്. ശേഷം നമ്മുടെ സുകന്യനെ വിളിച്ച് പാസ്പോർട്ട് ശരിയാക്കാൻ 30,000 രൂപ വേണമെന്ന് പറയണം. അങ്ങനെ അപ്പോൾ തന്നെ നമ്മൾ സുകന്യ ഉദയഭാനുവിൻ്റെ കയ്യിൽ 30,000 രൂപ കൊടുക്കുകയാണ്. അതിൽ 25,000 രൂപ നേരെ ബാലൻ്റെ അടുത്തേക്ക് ഒന്ന് കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ വേറൊരു രീതിയിലായിട്ട് പറയണേ, അല്ല, ഞാൻ അന്ന് കടയിൽ വന്നത് എൻ്റെ കാർഡൊന്നും വർക്കാവുന്നില്ല, പൈസയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. പിന്നെ നമ്മുടെ സ്വന്തം കടയല്ലേ ബാല എന്ന് വെച്ചിട്ട് 25,000 രൂപ എടുത്തതാണ്. മോളോട് ഞാനത് പറഞ്ഞത്, പക്ഷെ മോള് മറന്നുപോയി എന്ന് തോന്നുന്നു എന്നൊക്കെ പറയാട്ടോ കള്ളക്കഥ ഉണ്ടാക്കി. 25,000 രൂപ ബാലൻ്റെ കയ്യിൽ നൈസായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ഉദയഭാനു. അങ്ങനെ ബാലൻ മനസ്സിലാവേണ്ട ധർമ്മൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഇങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ആഴ്ച കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ വരാം. ബൈ ബൈ, ടേക്ക് കെയർ.